കോൺഗ്രസ് ഭരിച്ചത്. 20 വർഷമാണ് LDF ഭരിച്ചത്. ഈ 34 വർഷം കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഒരു മേജർ സമയത്തും കേന്ദ്രത്തിൽ കോൺഗ്രസ് സർക്കാരുകൾ തന്നെയാണ്. എന്നിട്ടും ഈ പറയുന്ന രീതിയിലുള്ള ഒരു വികസനം കേരളത്തിൽ വന്നിട്ട് വികസനമില്ല എന്ന് സമ്മതിക്കുന്ന UDF തന്നെ എന്തുകൊണ്ടാണ് 34 വർഷം ഭരിച്ചിട്ടും കോൺഗ്രസും ഇവിടെയും കേന്ദ്രത്തിലും കേരളത്തിലും ഭരിച്ചിട്ടും വേണ്ട രീതിയിലുള്ള വികസനം വരാത്തത്? ടെൽക്കിനെ കുറിച്ച് നമുക്കറിയാം. ടെൽക്ക് വിൽക്കുമെന്ന് നമ്മൾ പറഞ്ഞത് വെറുതെ അല്ലായിരുന്നു. ടെൽക്ക് വിൽക്കാതിരിക്കാൻ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ അന്നത്തെ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ ഷിയോപ്പോൾ ഉൾപ്പെടെയുള്ള ആളുകൾ ടെൽക്കിന്റെ വഴികൾ സമരം നടത്തുകയും പൊതുസമ്മേളനം നടത്തുകയും ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നുകയും ഇടതുപക്ഷ മുന്നണി വന്നപ്പോൾ NTPC-യുമായി സഹകരിച്ച് 6.5 കോടിക്ക് വിൽക്കാൻ പോയ ടെൽക്ക് ഇന്ന് 160 കോടി രൂപ ലാഭം ഉണ്ടാക്കിയിരിക്കുകയാണ്. സ്മാർട്ട് സിറ്റി പദ്ധതി വളരെ തിടുക്കത്തിൽ ഒരു റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്ക് കേരളത്തിലെ ഏകദേശം 250 ഏക്കർ സ്ഥലം കൊടുക്കുക. അവർക്ക് തന്നെ വിപണനാവകാശമാണ് നമ്മൾ കൊടുക്കാൻ അവർ ആവശ്യപ്പെട്ടത്. ശ്രീ VS അച്യുതാനന്ദൻ പറഞ്ഞു, കേരളം ഈ റിയൽ എസ്റ്റേറ്റ് കമ്പനിക്ക് സ്ഥലം കൊടുത്ത് സ്ഥലം വിറ്റ് ലാഭം ഉണ്ടാക്കാനുള്ളതല്ല വേണ്ടത്, കേരളത്തിലെ യുവാക്കൾക്ക് തൊഴിൽ നൽകിക്കൊണ്ട് ഇവിടെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുകയും നമ്മുടെ സ്ഥലങ്ങൾ വിട്ടുകൊടുക്കാതെ അല്ലെങ്കിൽ നഷ്ടത്തിൽ വന്നാൽ ഈ സ്ഥലം വിറ്റ് അവരുടെ ലാഭം ഉണ്ടാക്കാനുള്ള പദ്ധതിക്കായിരുന്നു VS സർക്കാരിനെതിരെ. അവസാനം നമ്മൾ പറഞ്ഞ രീതിയിൽ തന്നെ VS സർക്കാർ പറഞ്ഞ രീതിയിൽ തന്നെ അവരെത്തുകയും അതിന്റെ എഗ്രിമെന്റ് ഒപ്പിടുകയും അതിന്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് പോവുകയും അതാണ് കാലതാമസം.